ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു നല്ല പദ്ധതി തന്നെയായിരുന്നു പ്രിയദർശിനി സൗജന്യ യാത്ര എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത്രയും ഉപകാരമുള്ള ഒരു പദ്ധതി ഒരു കൈകൊണ്ട് നൽകിയിട്ട് മറ്റേ കൈകൊണ്ട് തള്ളിക്കളയുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് അതിന്ന് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രിയദർശിനി ബസ് യാത്രക്കാരായ സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ അവഹേളിക്കുകയായിരുന്നു ഇന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സൗജന്യമായി യാത്ര ചെയ്യാൻ ബസ്സിൽ തള്ളിക്കയറുന്ന സ്ത്രീകൾ അവരുടെ മക്കളെ ഫീസ് കൊടുത്ത് സ്വകാര്യ സ്കൂളിൽ പഠിപ്പിക്കുന്നവരാണ് എന്നായിരുന്നു മന്ത്രിയുടെ അധിക്ഷേപം. പരാമർശം വിവാദമായിട്ടും CP ജോണിന് പക്ഷേ പ്രത്യേകിച്ച് കുറ്റബോധമൊന്നുമില്ല. ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കാനാണല്ലോ UDF സർക്കാർ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതി നടപ്പാക്കിയത്. പക്ഷെ 1.5 മാസമായപ്പോൾ ഗതാഗത മന്ത്രി CP ജോണിന്റെ മനസ്സിലിരിപ്പ് പുറത്തു വന്നു. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു. കേരളത്തിലെ സ്ത്രീകൾക്ക് UDF സർക്കാർ നൽകുന്ന അവകാശത്തെ ഔദാര്യമായി കാണുന്നതാണ് ഗതാഗത മന്ത്രിയുടെ വാക്കുകൾ. സൗജന്യ പൊതുഗതാഗതം മാത്രമല്ല, സൗജന്യ ചികിത്സ തേടുന്ന സ്ത്രീകളുടെ മനോഭാവത്തിന്റെ അവലോകനവും ഗതാഗത മന്ത്രി നടത്തുന്നുണ്ട്. ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. പദ്ധതി ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് അതേ വേദിയിലുണ്ടായിരുന്ന CP ജോൺ കേട്ടിരുന്നില്ലേ? ഞാൻ പറയുന്നു, ഈ പദ്ധതി കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണണം. ആദരവാ. സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. സ്ത്രീകളെ സമൂഹം ബഹുമാനിക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഗതാഗത മന്ത്രി CP ജോൺ ആവർത്തിച്ച് കേട്ട് പഠിക്കണം. കാരണം പ്രിയദർശിനി ബസ്സിൽ കയറുന്ന സ്ത്രീകളുടെ സാമ്പത്തികം നോക്കിയല്ല UDF സർക്കാർ സൗജന്യ യാത്ര നൽകുന്നത്. സൗജന്യ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ മക്കളെ സ്വകാര്യ വിദ്യാലയങ്ങളിൽ ഫീസ് കൊടുത്ത് പഠിപ്പിക്കരുതെന്ന് സർക്കാർ എവിടെയും പറഞ്ഞിട്ടുമില്ല. പ്രിയദർശിനി ബസ്സിൽ സൗജന്യ യാത്ര ചെയ്യുന്ന സാമ്പത്തികമില്ലാത്ത സ്ത്രീകൾ ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടന്നിരിക്കും. അത് ആരോഗ്യ മേഖലയുടെ പോരായ്മയുടെ ഗതികേട് കൊണ്ടാണ്. അങ്ങനെ കിടക്കുന്ന സ്ത്രീക്കും എല്ലാവരെയും പോലെ മുൻഗണന മക്കളുടെ വിദ്യാഭ്യാസമാണ്. ഏതെങ്കിലും സ്വകാര്യ വിദ്യാലയമാണ് മികച്ചതെന്ന് ഒരു പാവപ്പെട്ട സ്ത്രീക്ക് തോന്നിയാൽ അവർ ഇല്ലാത്ത പണമുണ്ടാക്കി മക്കളെ പഠിപ്പിക്കും. അതും അവരുടെ അവകാശമാണ്. സൗജന്യ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ച് പറഞ്ഞ അവഹേളനത്തിന്റെ ആഴം മന്ത്രി CP ജോണിന് മനസ്സിലായിട്ടില്ല. അത് വ്യാഖ്യാനിക്കട്ടെ, വിവാദങ്ങളാവട്ടെ, ഞാൻ ഈ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ ഇവിടുത്തെ വർക്കിംഗ് ക്ലാസിൻ്റെ ആസ്പിരേഷൻ മനസ്സിലാക്കുന്നതിൽ ഞാനടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വം പരാജയപ്പെട്ടു എന്ന സ്വയം വിമർശനമാണ് ഞാൻ നടത്തിയത്. വായിൽ തോന്നുന്ന അധിക്ഷേപം ഇനി വിളിച്ചു പറയാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകും, അത്ര തന്നെ. ഞാനതിൽ പഠിച്ചൊരു കാര്യം, എല്ലാ ദിവസവും ഒരു ലേണിംഗ് ഡേ ആണല്ലോ. പ്രസംഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ തെറ്റായ പരാമർശം നടത്തിയിട്ടില്ല. സൗജന്യ ബസ് യാത്ര നടത്തിയ സ്ത്രീകളുടെ എണ്ണവും അതിലൂടെ ഇതുവരെ എത്ര രൂപ സ്ത്രീകൾ സമ്പാദിച്ചെന്നുമുള്ള വലിയ കണക്ക് സർക്കാർ നിരത്തുന്നുണ്ട്. പക്ഷേ മന്ത്രി CP ജോണിന്റെ വാക്കുകേട്ട സ്ത്രീകൾ ബസ്സിൽ കയറി 0 ടിക്കറ്റ് വാങ്ങുമ്പോൾ ഒന്ന് ചിന്തിക്കും, അവർ ഔദാര്യം പറ്റുകയാണോ എന്ന്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.